ഹലോ, വീണാസ്റ്റുഡിയോ മറ്റു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് എന്താ പറയുക വെറൈറ്റി ഒക്കെ. കാരണം ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഇന്നാണ് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താ പറയുക, അല്ലെങ്കിൽ എന്താ പറയുക, നാളെ കർക്കിടക ഒന്നും തുടങ്ങുകയാണ്. അപ്പം കർക്കിടക മാസം തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ആ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെറിയ വ്ളോഗായിട്ട് ഇടുന്നുണ്ട്, മുഴുവനായിട്ട് കാണാം കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതൊരു മൊത്തം ക്ലീനിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല, അപ്പോൾ വെറുതെ ജസ്റ്റ് ചെയ്ത് നോക്കാമെന്നല്ലോ കേട്ടോ. അപ്പം കുറേ വീഡിയോസ് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്തേ ഉള്ളൂ കേട്ടോ. എന്തെങ്കിലും തെറ്റുകുറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഞാനും വിചാരിക്കാറുണ്ട് കേട്ടോ നമുക്ക് ഇതുപോലെ ഒരു വീഡിയോ ഒക്കെ എടുത്തിടണം എന്നൊക്കെ. പക്ഷേ ഒരു ചെയ്യുന്ന പണീൻ്റെ ഇടയ്ക്ക് എനിക്ക് ആ ഒരു വീഡിയോ എടുത്ത് നടക്കാനും എടുക്കാനും പിടിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഒന്നാമത് ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യണം എന്നുള്ളത് കൊണ്ട് എനിക്ക് അതിനുള്ള സമയം കിട്ടാറില്ല. അതാണ് സത്യം. സ്വതവേ ഞാനൊരു പണി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് എടുത്ത് തീർക്കാനേ നോക്കുകയുള്ളൂ. അതിനിടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇരുന്ന് പോയാൽ പിന്നെ മടിയായിരിക്കും. പിന്നെ അത് ഇരുന്ന് അങ്ങോട്ട് മാറി നിന്ന് പിന്നെ അത് എടുത്ത് തീരുമ്പോഴേക്കും ഒരു സമയം ഒരു പരിധിവരെ സമയം കഴിയും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് തീർക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. ഞാനങ്ങ് മോനെ റെഡിയാക്കി ഇരുത്തിയിട്ടാണ് ഞാൻ ഈ പണികൾ തുടങ്ങിയത് കേട്ടോ. ചിലപ്പോൾ പണിയെടുക്കുന്നതിന് ഇടയ്ക്ക് നമ്മൾ സമയം പോയാൽ അറിയില്ല. അപ്പോൾ എന്താ അവനങ്ങ് റെഡിയാക്കി ഇരുത്തുവാണെങ്കിൽ നമുക്ക് ആ പണിയൊക്കെ തീരുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പണികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഏകദേശം സമയം ഇപ്പോൾ 8:30 ആയിട്ടുണ്ട് കേട്ടോ. 8:30 ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഏകദേശം പണികളൊക്കെ തീരും. ഏകദേശം എൻ്റെ പണികളെല്ലാം 10 മണിയാകുമ്പോഴേക്കും എല്ലാം തീരും കേട്ടോ. രാവിലെ ഏട്ടന് ചോറ് കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ട് രാവിലെ പെട്ടെന്ന് പണികളൊക്കെ തീരാറാണ് പതിവ്. അങ്ങനെ ഏട്ടൻ ഫുഡ് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ പണി എന്താ പറയുക ചോറ് വയ്ക്കുന്ന പണി മേലെ നീണ്ടു പോകാറുള്ളൂ. അതാണ് ലൈവിൽ ഇരുന്നിട്ട് ഞാൻ അടുപ്പ് ഒതുക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അല്ലാതെ വേറൊന്നുമല്ല. ബാക്കി അഥവാ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ പണികൾ രാവിലെ വേഗം തീരാറാണ് കേട്ടോ. പണി എടുത്ത് തുടങ്ങിയില്ലെങ്കിൽ ഒന്നും ഒരു പണിയും ഇല്ലാന്ന് വിചാരിക്കും. തുടങ്ങിയാൽ പിന്നെ അത് അങ്ങോട്ടങ്ങ് ഭയങ്കര പണിയായിരിക്കും. ഒന്ന് തുടങ്ങി അങ്ങോട്ട് എടുത്ത് തീർന്നാലും തീരാത്തത്ര പണികളുണ്ടാവും. ഞാൻ നേരത്തെ അടിച്ചു വാരി തരണം കേട്ടോ. ഇപ്പം ആ ഒരു എഡിറ്റ് ചെയ്തപ്പം ആ സീൻ അങ്ങോട്ടൊക്കെ മാറിപ്പോയെന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ എഡിറ്റിങ്ങിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അപ്പുറത്തെ വശമെല്ലാം അടിച്ച് വാരിയതാണ് കേട്ടോ. അപ്പം അടിച്ച് അപ്പുറത്താക്കി നീക്കിയിട്ട് ഞാൻ അവിടെ പിള്ളേരെ അവിടെ ഇരുത്തുവാണെങ്കിൽ അവർക്ക് അത് കളിക്കാനും പിടിക്കാനൊക്കെ ആവുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പിന്നീട് ഇത് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ മതി. എന്നിട്ട് ഞാൻ അങ്ങനെ ആ ഭാഗമെല്ലാം ഏകദേശം ശരിയാക്കി കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഇപ്പുറത്തേക്ക് വന്നത്. അപ്പോൾ പിള്ളേരോട് ഉണ്ടായിരുന്ന കളിക്കാനും എളുപ്പമാവും, അവരെ ഇടങ്ങാറാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ കണ്ടില്ലേ പെട്ടെന്ന് തുടച്ചെടുക്കുകയാണ് ഗൈസ്. ഇങ്ങനെ വീട്ടിലിരുന്ന് പണിയെടുക്കുന്നവർക്ക് എപ്പോഴെപ്പോഴും പറയാൻ 100 നാവുകൾ ഉണ്ടാവാറുണ്ടല്ലേ. നമ്മളെ വീട്ടമ്മമാർക്ക് എപ്പോഴും പറയാനുള്ള ഒരു പരാതിയാണല്ലേ, എടുത്താലും തീരാത്തത്രയും പണികളുണ്ട് എന്നാലും പറയും വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ എന്ന്. അങ്ങനെയാണ് സ്വതവേ പറയാറ്. പക്ഷെ നമുക്കല്ലേ അറിയുള്ളൂ വീട്ടിലിരുന്ന് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന പണി ചെറിയ പണിയൊന്നുമല്ല. നമുക്ക് പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് പോയി പണിക്ക് പോയി പണിയും കഴിഞ്ഞ് വരാവുന്നേ ഉള്ളൂ. പക്ഷേ വീട്ടിലുള്ള പണികൾ അങ്ങനെയല്ല, എടുത്താലും തീരില്ല. അയ്യോ എന്നുണ്ട് ഒരു 5 മിനിറ്റ് ഇരുന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഉണ്ടാവും വേറെ എന്തെങ്കിലും പണി. അപ്പോൾ ഞായറാഴ്ച വരുമ്പോൾ അച്ഛൻ എനിക്ക് കുറച്ച് കായ് കൊണ്ടുവന്നത്. ആ കായ് നല്ലോണം പഴുത്തു. അപ്പോൾ അത് പറ്റുവാണെങ്കിൽ നമുക്കൊന്ന് പഴംപൊരി ആക്കാം കേട്ടോ. പഴംപൊരി ആക്കുന്നതിന് വീഡിയോ ഒക്കെ ഞാൻ ഇടാം കേട്ടോ. ഇനി ഇതുപോലെ പല വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൂടെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക. വീഡിയോസെല്ലാം കണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. സബ്സ്ക്രൈബും കൂടെ ചെയ്യുക, ലൈക്ക് ചെയ്തൊക്കെ ചെയ്യുക കേട്ടോ. അപ്പം കണ്ടില്ലേ ഇപ്പം ചെറുതായിട്ട് മഴ പെയ്യില്ല എന്നുള്ള രീതിയിൽ കാലാവസ്ഥ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. നല്ല മഴക്കുള്ള കോളൊത്ത പോലെയാണ് ഉള്ളത് കേട്ടോ. ഇപ്പം നിലവിൽ മഴയില്ല, ഇനി മഴ വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം ഏകദേശം വെള്ളമെല്ലാം ചൂടായി ഞാൻ തലയ്ക്ക് എണ്ണ വെച്ച് കുളിച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പണികളും തീർന്നു. അപ്പം ഏകദേശം എല്ലാ പണികളും തീർന്നു കേട്ടോ. അപ്പം ഞാൻ തലയ്ക്ക് എണ്ണ വെച്ചത് കുളിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ തേക്കുന്ന ഒരു എണ്ണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക, അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. അതൊക്കെ ഇട്ട് എണ്ണ കാച്ചിയെടുത്തത് കേട്ടോ. പക്ഷെ അത് കാച്ചിയെടുത്തെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയാൻ മാത്രമുള്ള മുടികളൊന്നും ഇല്ല. മുടി ഉണ്ടായിരുന്നു, അത് കൊഴിഞ്ഞു പോയി. വീണ്ടും മുടി മുറിച്ചു. ഇപ്പം ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് കേട്ടോ. ഭയങ്കര മുടി കൊഴിച്ചിലുണ്ട്. എന്താ പറയുക, ഞാനങ്ങനെ കൊഴിഞ്ഞു പോകുന്ന മുടികൾ ഞാൻ കളയാറില്ല കേട്ടോ. എടുത്ത് ഇങ്ങനെ ഞാനത് സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് അത് കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്നെങ്കിൽ വാങ്ങിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ അതങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. കാരണം ഇതിപ്പോൾ കുറേ ഉണ്ട്, ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ മുന്നേ. അപ്പം കുളിയെല്ലാം കഴിഞ്ഞു ഗൈസ്. അങ്ങനെ കുളികളെല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ എല്ലാ പണികളും കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. പക്ഷേ മെയിനായിട്ടുള്ള പണി കഴിഞ്ഞിട്ടില്ല. ഞാൻ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. നല്ല വിശപ്പുണ്ട്. അല്ലെങ്കിൽ 8:00 ഞാൻ ചായ കുടിക്കാറാണ് പതിവ് കേട്ടോ. പക്ഷേ ഇന്ന് കുറച്ച് നേരം വൈകിപ്പോയി. കുളിയും കഴിഞ്ഞ് ഒരു പൊട്ടും കുത്തി ഒരു സിന്ദൂരം തൊട്ട നമ്മളെ ഗേൾസിൻ്റെ മേക്കപ്പ് ഫുള്ളായ പോലെയാണല്ലേ. ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതം. എന്നാൽ പിന്നെ നമുക്ക് ചായ കുടിച്ചാലോ. ചായ തന്നെ എനിക്ക് വേറെ വെച്ചിട്ടില്ല കേട്ടോ. രാവിലെ മോന് കൊടുത്തിട്ട് ലേശം ചായ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചൂടാക്കി എടുത്തോളൂ. ഞാൻ അധികം ചൂടൊന്നും കഴിക്കാറില്ല, ഒരു ആവറേജ് ചൂടേ കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ പുട്ടും കടലക്കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ ഞാൻ ലേശം പുട്ടും കടലക്കറിയൊക്കെ എടുത്തിട്ടോ. അപ്പോൾ ഞാൻ നല്ല കഴിച്ചാലോ. നല്ല ചൂട് കുറഞ്ഞു പോയിട്ടോ. പുട്ടിൻ്റെ ചൂടെല്ലാം കുറഞ്ഞു പോയി. 10 മണിയൊക്കെ ആയില്ലേ. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. മഴ തുടങ്ങി കേട്ടോ. നല്ല മഴ തുടങ്ങി കണ്ടില്ലേ. നമുക്കിങ്ങനെ ഫോണിലൂടെ കാണുമ്പോൾ മഴ കുറവുള്ള പോലെയൊക്കെ ഉണ്ടാകും. പക്ഷെ നല്ല മഴ പെയ്തു തുടങ്ങി കേട്ടോ. അപ്പം നല്ല മഴയൊക്കെയാണ്. അതിനിടയ്ക്ക് കുറേ പേര് ഇങ്ങനെ
ഫോൺ ഞാനിതൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ എടുത്തത് കേട്ടോ. പിന്നെ അത് മാത്രം ഞാനൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടു. അപ്പം എല്ലാം കഴിഞ്ഞ് ബാക്കി വെച്ച ഒരൊറ്റ പണിയാണ് കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം ചെയ്യാൻ പറഞ്ഞിട്ട് ബാക്കി വെച്ചാണ് കേട്ടോ. അപ്പം ഈ ഒരു ബുക്ക് തന്നെ ഹരിതകർമ്മസേനയുടെ ബുക്കാണ് കേട്ടോ. ഇതിന് മുന്നേ എനിക്ക് ചെറിയൊരു റെസിപ്റ്റാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ബുക്ക് കിട്ടിയത്. അപ്പം ഇവിടെ നിന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. വിളക്കും കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളൊരു കൊച്ചു വ്ളോഗ് കേട്ടോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ, മറക്കരുതേ, സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.